السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രൗഢമായി സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കുടുംബരംഗം പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും അവസരം ലഭിച്ചിട്ടും സ്വന്തം കുടുംബജീവിതത്തിലൂടെ ആ ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് വളരെ ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അവരെ തിരിച്ചയക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നൊരു ഉപദേശമുണ്ട്. ഈ ഉപദേശമാണ് ഏറ്റവും ഗൗരവതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തിയാൽ, ആരാണോ എൻ്റെ മാർഗദർശനം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ,
അവർ വേദനിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, സന്തോഷപൂർണമായൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നതാണ്. സത്യത്തിൽ നവദമ്പതികളായി പുതിയ ഒരു ജീവിതത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിനോടും ഭാര്യയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശം ഇതാ: എന്നിൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തിയാൽ ആരാണോ ആ മാർഗദർശനത്തെ പിൻപറ്റിക്കൊണ്ട് തൻ്റെ വ്യക്തി ജീവിതവും തൻ്റെ കുടുംബ ജീവിതവും തൻ്റെ സാമൂഹ്യ ജീവിതവും ക്രമീകരിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ വേദനിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടോ, ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഈ മാർഗദർശനത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു എന്നതല്ലാതെ മറ്റൊരു കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അപ്പം നമ്മുടെ കുടുംബത്തിലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിൻ്റെ രസവും കുടുംബത്തിൻ്റെ എല്ലാവിധ സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരിക എന്ന പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം നമ്മുടെ മുമ്പിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശിക, ഇപ്പൊ ഇസ്ലാം പറയുന്നു കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം, വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം സമാധാനമാണ്. അപ്പോൾ വൈവാഹിക ജീവിതത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് സമാധാനത്തിലേക്കാണ്. എന്നാൽ പല ആളുകളും പറയാറുള്ളത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി നിലവിലുണ്ടായിരുന്ന സമാധാനം കൂടെ നഷ്ടപ്പെട്ടു എന്നാണ് പറയല്. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ഇസ്ലാം ഏതൊരു വിഷയത്തിന്റെ ലക്ഷ്യം പഠിപ്പിച്ചാലും അതിലേക്കുള്ള മാർഗവും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവാഹത്തിലേക്ക്, കുടുംബത്തിലേക്കുള്ള പ്രവേശികയാണ് വിവാഹം. ആ വിവാഹ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയും നമ്മെ തെര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനം, ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് എന്ന സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനം. ഈ വചനം അവതരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞു, സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്നത്, ശേഖരിച്ചു വെക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? അയ്യുൽ മാൽ, ഏത് സമ്പത്താണ് പ്രവാചകരെ ജീവിതത്തിൽ ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത്, ഞങ്ങൾ സ്വായത്തമാക്കേണ്ടത്, ഞങ്ങൾ കരുതി വെക്കേണ്ടത്? ഏത് സമ്പത്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാരെ ചോദിക്കാൻ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പോയിന്റുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 3 പോയിന്റ്. ഏതൊക്കെയാണെന്നറിയോ? റസൂലുള്ളാഹി പറയാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് അത് 3 എണ്ണമാണ്. ഒന്ന്, ഖൽബുൻ ഷാക്കിർ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയം. ഇത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയം. ഈ ഹൃദയത്തിന്റെ അഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരാശയുടെ, നിഷ്ക്രിയത്വത്തിന്റെ അടിസ്ഥാന കാരണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്തുകൊണ്ടും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിസാനും ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, അള്ളാഹിനെ ഓർക്കുന്ന നാവ്. ഞാനും നിങ്ങളും വീട്ടിൽ നിന്നാണ് വരുന്നത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, വാഹനത്തിലേക്ക് കയറി സുബ്ഹാനല്ലദീ സഖറ ലനാ, പള്ളിയിലേക്ക് കയറി, പള്ളിയിൽ നിന്നിറങ്ങി. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദിക്റുകളും പ്രാർത്ഥനകളും സദാ നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാവ് മനുഷ്യ ജീവിതത്തിലെ
ഏറ്റവും വലിയ സമ്പത്താണ്. 3 നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമർഅത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറ. ദീനിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1, ധാർമ്മിക ബോധമുള്ള ഒരു പെണ്ണ് കുടുംബജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമർഅത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറ. ദീനിൻ്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ, മതത്തിൻ്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. നേരെ തിരിച്ചു, നമ്മുടെ മകൾക്ക് ഒരു പുതിയാപ്പിളയെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനദണ്ഡമായി പഠിപ്പിച്ചു, മിമ്മൻ തറലൗന ദീനഹു വഖുലുഖഹു. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയില്ല. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. ഒരുപാട് നേരെ സംസാരിക്കേണ്ട വിഷയമാണ്, വിശാലമായ വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്, ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി പറയാണ്, നമ്മുടെ പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പിളയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ട 2 പോയിന്റുകളാണ്. 1, മിമ്മൻ തറലൗന ദീനഹു വഖുലുഖഹു. ദീനുണ്ടോ, സ്വഭാവമുണ്ടോ? ഇത് രണ്ടിലും നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവന് നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ ആ ജീവിതം ഏറ്റവും സന്തോഷകരമായ ജീവിതമായിരിക്കുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ആണിനെയാണെങ്കിലും പെണ്ണിനെയാണെങ്കിലും 2 പേർക്കും ദീനുണ്ടാകണമെന്നതാണ് ഏറ്റവും അടിസ്ഥാനം. ദീനുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന 4 ഗുണങ്ങളുണ്ട്. 1, പാരത്രിക ലോകത്ത് വിജയമാണ്. 2, കുടുംബജീവിതം ഭദ്രമായിരിക്കും. 3, പിൻ തലമുറക്ക് നല്ല നിലനിൽപ്പുണ്ടാകും. 4, ദുനിയാവിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭാര്യയും ഭർത്താക്കും ഏറ്റവും സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. 1, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിലും ഭർത്താവിന് ഭാര്യയിലും വിശ്വാസമുണ്ടാകണം. വിശ്വാസമില്ലെങ്കിൽ ആ കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുകയില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ നിരന്തരമായി ജോലിക്ക് വരുന്നൊരു സ്ത്രീ, വീട് അടിച്ചു വാരാനും വൃത്തിയാക്കാനൊക്കെ വരുന്നൊരു സ്ത്രീ എന്നും വരാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം അവർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ച റൂം നമ്മൾ നന്നായി ഭദ്രമായി അടച്ച് അതിൻ്റെ ചാവി ആരും കാണാത്തൊരു സ്ഥലത്ത് നമ്മൾ മാറ്റിവെക്കും. കാരണം എന്താ? വീട്ടിൽ ജോലിക്ക് വരുന്ന പെണ്ണിൽ നമുക്ക് വിശ്വാസമില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചു, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വിലപിടിപ്പുള്ള സ്വർണവും വിലപിടിപ്പുള്ള പണവും എല്ലാം നല്ലതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൂട്ടിവെക്കും. കാരണം എന്താ? ആ വരുന്ന സ്ത്രീയിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു വിശ്വാസക്കുറവ് നമ്മുടെ ഭാര്യയിലാണെങ്കിൽ, നമ്മുടെ ഭർത്താവിലാണെങ്കിൽ എന്ത് സമാധാനം ഉണ്ടാകുക ജീവിതത്തിൽ? എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഭാര്യയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ജീവിതത്തിൽ 2-3 ദിവസങ്ങളൊക്കെ വൈകി ചെല്ലുന്ന എനിക്ക് 1 സെക്കൻഡ് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞത്, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യം പോലും ഭാര്യ സൃഷ്ടിക്കരുത്, ഭർത്താവും സൃഷ്ടിക്കരുത്. അതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് എന്തറിയോ? ഇപ്പൊ ഭർത്താവിന്റെ മൊബൈൽ, ഇപ്പൊ എല്ലാവരും മൊബൈലും ലോക്കിടും. ആ ലോക്ക് എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയണം. അതേപോലെ തന്നെ ഭാര്യയുടെ ലോക്ക് ഭർത്താവിനും അറിയണം, നേരെ തിരിച്ചു അറിയണം. ഇല്ലെങ്കിലോ ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് ഭാര്യനോട് ചോദിക്കും ഭർത്താവ്, അല്ലേ ഇതിന്റെ ലോക്ക് എന്താണെന്ന് പറഞ്ഞു തരുമെന്ന്. ഭാര്യ പറയും ഇത് പറയാൻ പറ്റൂല എന്ന് പറയും. ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവ് പറയും ഇത് പറയാൻ പറ്റൂല. അതെന്താ പറയാൻ പറ്റാത്തത്? അവിടെ വരികയാണ് സംശയം. ആരുടെയൊക്കെ നമ്പർ അതിലുണ്ട്. ഞാൻ കാണാൻ പാടില്ലാത്ത, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത, ഞാൻ അറിയാൻ പാടില്ലാത്ത പലതും എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലിലുണ്ട്, എൻ്റെ ഭാര്യയുടെ മൊബൈലിലുണ്ട്. സംശയമാണ്. പിന്നെ ആ ജീവിതത്തിൽ എന്തു പറഞ്ഞാലും എന്ത് ന്യായീകരിച്ചാലും ഒരു സമാധാനവും
ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരോട് ഏറ്റവും നല്ല ഒരു കുടുംബജീവിതത്തിന് രണ്ടുപേരും മനസ്സു തുറന്ന് സംസാരിക്കാനും മനസ്സു തുറന്ന് കാര്യങ്ങൾ പങ്കുവെക്കാനും രണ്ടുപേർക്കും കഴിയുമ്പോഴാണ് അവിടെ സംശയമില്ലാത്ത നല്ല ഒരു കുടുംബജീവിതം, ഭദ്രമായൊരു കുടുംബജീവിതം, സുരക്ഷിതത്വമുള്ള കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എത്രയായിട്ടും സാറേ ഞങ്ങൾ നന്നാകൂല, ഞങ്ങൾ ഇനി ഒന്നിച്ചു പോകാൻ സാധ്യതയില്ല, ഒരുപാട് കാലമായി ഞങ്ങൾ നിങ്ങളെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു, ഇനി നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ രാത്രി 11:30-12 മണി വരെ എൻ്റെ ഭാര്യനെ കാത്തിരിക്കും. ഒരുപാട് നേരം കാത്തിരുന്നാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ 11:30-12 മണിയാകുമ്പോൾ കയറി വരും. എങ്ങനെയാ കയറി വരുമെന്നറിയോ സാറേ നിങ്ങൾക്ക്? അപ്പോൾ ഡോക്ടർ ചോദിച്ചു എങ്ങനെയാ കയറി വരുന്നത്? ആ അടുക്കളയിൽ പിന്നെ പാത്രം കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് കയറി വരിക. ഇത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നേരെ ഞാൻ തിരിഞ്ഞു കിടക്കും, ഞാൻ അങ്ങനെ തന്നെ കിടന്നുറങ്ങും. മടുത്തു സാറേ, ഒരുപാട് കാലമായി അവളോട് പറയണ്, ഒരു ഭർത്താവിൻ്റെ മുന്നിൽ എങ്ങനെ വരണമെന്ന് എൻ്റെ ഭാര്യക്കറിയില്ല. അപ്പം ആ സമയത്ത് ഭാര്യ എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പം ഭാര്യ പറഞ്ഞു, ഞാൻ രാത്രി 11:30 മണി വരെ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ ഭർത്താവിന് അറിയില്ല. എൻ്റെ ഭർത്താവിനും അവരുടെ മക്കൾക്കും അതേപോലെ അവരുടെ മാതാപിതാക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി അവർ കഴിച്ച പാത്രം കഴുകി നാളെ രാവിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾക്ക് ആവശ്യമായ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഞാനൊരു 11:30 മണിക്ക് വരുമ്പോൾ ഉണ്ടാകും എൻ്റെ ഭർത്താവ് വലതുഭാഗം ചെരിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ആർക്കു വേണ്ടി കുളിക്കണം, ഞാൻ ആർക്കു വേണ്ടി നല്ല ഡ്രസ്സ് ധരിക്കണം, ഞാൻ ആർക്കു വേണ്ടി ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കണം. ഞാൻ ആലോചിക്കും, ഈ നല്ല ക്ഷീണുണ്ട്, ഇനി എന്തിനാ ഞാൻ ആർക്കു വേണ്ടിയാ കുളിക്കുന്നത്? മൂപ്പരേതായാലും ഉറങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അങ്ങനെ തന്നെ ആ വസ്ത്രത്താലെ കിടന്നുറങ്ങും. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ നിന്റെ മണം കാരണം, ദുർഗന്ധം കാരണം ഞാൻ തിരിഞ്ഞു കിടന്നതാണ്. നിലവിൽ ആ ഭർത്താവെങ്ങാനും ഭാര്യയോട് അതൊന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കായിരുന്നു. അപ്പൊ അതേ പറഞ്ഞത്, മനസ്സുകൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു നല്ല മാനസികാവസ്ഥ ഭാര്യക്കും ഭർത്താവിനുണ്ടെങ്കിൽ കുടുംബജീവിതം ഏറ്റവും മനോഹരമായ കുടുംബജീവിതമാകും. ഞാൻ പറയുന്നത് എന്തറിയോ, ഭർത്താക്കന്മാരെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയും ഭാര്യമാർ തൊട്ട് സൈഡിൽ ഇടതുഭാഗത്ത് തൊട്ട് ബാക്കിൽ ഇരിക്കുകയും ചെയ്താലാ ഈ വിഷയത്തിന്റെ പൂർണ്ണത ലഭിക്കുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഭാര്യമാരും ഭർത്താക്കന്മാരും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങളുണ്ട്. ഓരോ സഹോദരിമാരും മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ്. എൻ്റെ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ്. എൻ്റെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിക്കേണ്ടത് എൻ്റെ ഭർത്താവ് മാത്രമാണ്. ഒരിക്കലും എന്നിൽ അന്യർ കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കരുത് എന്ന് ഓരോ ഭാര്യമാരും തിരിച്ചറിയണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബ വനിത വന്നു. എന്നിട്ട് ദീനിന്റെ മസ്അലകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി തിരിച്ചു പോകുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അദാത്തു സൗജിൻ അൻതി, നിനക്ക് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചു, നിനക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. ആ സ്വഹാബ വനിത പറഞ്ഞു, റസൂലേ എനിക്ക് ഭർത്താവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത മറുപടി എന്താ അറിയോ? റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം എന്താ അറിയോ? കൈഫ അൻതി ലഹു, നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? ആ സ്വഹാബ വനിത പറഞ്ഞ മറുപടി ഇതാണ്, ലാ ഉകസ്സിറു ഫീ ഖിദ്മതിഹി ശൈഅ, എൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ ആദരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ ഞാനൊരു കുറവും ഇന്നുവരെ വരുത്തിയിട്ടില്ല. ഉടനെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, വഅലമി, ഏ സഹോദരി താങ്കൾ പഠിച്ചു വെക്കണം, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. സഹോദരിമാരെ, നമ്മുടെ സ്വർഗമാണ്, നിങ്ങളുടെ സ്വർഗമാണ് നിങ്ങളുടെ ഭർത്താവ്.
നിങ്ങളുടെ നരകമാണ് നിങ്ങളുടെ ഭർത്താവ്. ആ ഭർത്താവിനെ സ്നേഹിക്കാനും ആ ഭർത്താവിനെ ആദരിക്കാനും ആ ഭർത്താവിനെ ബഹുമാനിക്കാനും ആ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാനും ഒരു പെണ്ണിന് കഴിയേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നല്ല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറു നിസാഇകുമുൽ വദൂദുൽ വലൂദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് ആരാന്നറിയോ? അൽ വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്നവരാണ്. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്ന സമയത്ത് ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാകും. നിങ്ങൾ നോക്ക്, എക്സ് ഗൾഫായ ഭർത്താക്കന്മാരോട് ഭാര്യമാരുടെ സമീപനം ചോദിച്ചു നോക്ക്. ഭാര്യമാരുടെ സമീപനം ചോദിച്ചു. ഭർത്താവിന്റെ ശമ്പളം കഴിഞ്ഞു, റിട്ടയർഡായി, പെൻഷൻ ഉണ്ട്, സ്നേഹം ഉണ്ടാവും. പെൻഷൻ കുറഞ്ഞു, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസമുണ്ട്, ഭാര്യന്റെ അടുപ്പം കുറയും, സ്നേഹം കുറയും, അനുസരണ കുറയും. ഭർത്താവിന്റെ കീശക്കനുസരിച്ച് ഭർത്താവിനോട് പെരുമാറുന്ന ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഒരു നല്ല ഭാര്യനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞെന്തറിയോ? റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ ഭർത്താവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. എന്നിട്ട് തീർന്നിട്ടില്ല, അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലത്തെ ഈ തെക്കൻ ജില്ലകളിലൊക്കെ സംസാരിക്കുമ്പോൾ അല്ലേ, വളരെ ഗൗരവത്തിലാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ 1-2 കുട്ടികളൊക്കെ ആയാൽ പറയും മതി അല്ലേ, ഇനി മതി. മൂപ്പരെന്ത് ചെയ്യും? മൂന്നാമതൊരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുമില്ല മണ്ണാർക്കാടക്കോ മംഗലാപുരത്തേക്കോ ട്രെയിന് കയറേണ്ടി വരും, അവിടെ പുതിയ ബിസിനസ് തുടങ്ങേണ്ടി വരും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിലെ സ്ഥിതി അല്ലേ. രണ്ടാമതൊരു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ബദറു ഹുദു ഹന്തക്കുവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നാൽ ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങളില്ലെങ്കിൽ ഭർത്താവിന്റെ തൃപ്തിക്കനുസരിച്ച് പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണാണ്. ഇതാണ് നല്ല പെണ്ണ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനാണ് ധാരാളമായി ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, അൽ മവാത്തിയത്തുൽ മുവാസിയ. ആരാ നല്ല ഭാര്യ? ആരാ നല്ല ഭാര്യ? അൽ മവാത്തിയത്തുൽ മുവാസിയ, അവർ ഭർത്താവിന് ഒതുങ്ങുന്നവരാണ്. അതേപോലെ തന്നെ അൽ മുവാസിയ, സമാശ്വാസം പകർന്നു കൊടുക്കുന്നവരാണ്. ഭർത്താവിന് ഒതുങ്ങിക്കൊടുക്കുന്നവരാണ്. വലിയ പ്രശ്നമാണ് ഭർത്താവിന് ഒതുങ്ങുന്ന ഭാര്യ. പല ഭർത്താക്കന്മാരുടെയും പ്രശ്നം എന്താ അറിയോ? എൻ്റെ ഭാര്യ എനിക്ക് ഒതുങ്ങുന്നില്ല, ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല. വലിയ പ്രശ്നമാണിത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇടത് ഭാഗത്ത്, ഈ വേദിയുടെ വലത് ഭാഗത്ത് പുരുഷന്മാരും ഇടത് ഭാഗത്ത് സ്ത്രീകൾ ഇരിക്കണമായിരുന്നു. എങ്കിലാണ് ഈ വിഷയത്തിന്റെ പൂർണ്ണത ലഭിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഒതുങ്ങിക്കൊടുക്കുന്നവരാണ്. തീർന്നിട്ടില്ല, ഭർത്താവിന് സമാശ്വാസം പകർന്നു കൊടുക്കുന്നവരാണ്. ഇങ്ങനെ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പറയാണ്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലേ, നിങ്ങൾക്ക് ഖദീജ മാത്രമേ ഉള്ളൂ ഭാര്യയായിട്ട്? ഞങ്ങളൊന്നും ഭാര്യമാരല്ലേ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി പറയാ, റസൂലുള്ളാഹിന്റെ ഓരോ സന്ദർഭങ്ങളിലും എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. ആടിനിറക്കും അതിനെ പീസാക്കിയിട്ട് ഖദീജന്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കണമെന്ന് പറയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖദീജ മാത്രമേ ഉള്ളൂ ഭാര്യമാരായിട്ട്? ഞങ്ങളൊന്നും ഭാര്യമാരല്ലേ? റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖദീജ ഇറാ ഗുഹയിൽ പേടിച്ച് വിറങ്ങലിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എൻ്റെ മനസ്സിന് സമാധാനം നൽകിയ പെണ്ണാണ് എൻ്റെ ഖദീജ. എൻ്റെ ഖദീജയിലാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത്. എൻ്റെ ഖദീജ ദീനിന്റെ വിഷയത്തിൽ എന്നെ സഹായിച്ചതുപോലെ ലോകത്തൊരാളും സഹായിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ ഞാൻ തളർന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയവളാണ് എൻ്റെ ഖദീജ. ആ ഖദീജാനെ ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ, ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകളിൽ, ഭർത്താവിന്റെ പ്രതിസന്ധികളിൽ ഭർത്താവിന്റെ മനസ്സുകളിലേക്ക് സമാശ്വാസത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന് ഒരിക്കലും രണ്ടാമതൊന്ന് കെട്ടാൻ പോയും മാത്രമല്ല അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല, നിലവിലുള്ള ഭാര്യമാർ ഏറ്റവും നല്ല ഭാര്യമാരാണെങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വശർറു നിസായിക്കും, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്ത്രീകൾ അൽ മുതബർരിജാത്തുൽ മുതഖയ്യിലാത്ത്, അഹങ്കാരികളും അതേപോലെ തന്നെ
നഗ്നത പ്രദർശിപ്പിക്കുന്നവരുമാണ്. വഹുന്നൽ മുനാഫിക്കാത്ത്, അവരാണ് മുനാഫിക്കത്തുകളായ സ്ത്രീകൾ. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അവരിൽ നിന്ന് ഒരാൾ പോലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ സ്വർഗം എൻ്റെ ഭർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരൊറ്റ സംഭവം കൂടെ ഞാൻ പറയാം. ഈ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലമായി, 3ാമത്തെ സിറ്റിംഗ് ആണ്, 4ാമത്തെ സിറ്റിംഗ് ആണ്. അങ്ങനെ സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞു, ശരിയാവൂല, നടക്കൂല, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോളാം, ഇനി ഒരു നിലക്കും ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പം അവസാനം എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു? 2 പേർക്ക് ലവ് നോട്ട്സ് കൊടുത്തു. എന്നിട്ട് എഴുതാൻ പറഞ്ഞു. ഭാര്യനോട് പറഞ്ഞു ഭർത്താവിൽ നിന്നുള്ള ഏറ്റവും സന്തോഷകരമായൊരു അനുഭവം എഴുതാൻ പറഞ്ഞു. നേരെ തിരിച്ചും പറഞ്ഞു. 2 പേരും എഴുതി. ഭർത്താവ് എഴുതി എന്താ അറിയോ? ഭർത്താവ് എഴുതി എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇത്രയും കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായല്ലോ, ഇത്രയും കൊല്ലത്തിനിടയിൽ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടില്ല. ഇന്നലെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി, എന്നെ കാത്തിരുന്നു, എനിക്കിഷ്ടമുള്ള കളറുള്ള ഡ്രസ്സ് ധരിച്ചു, എനിക്ക് വേണ്ടി അലങ്കാരം സ്വീകരിച്ചു. സത്യം അദ്ദേഹം പറയാണ്, ജീവിതത്തിൽ ഏറ്റവും നന്നായി ഇന്നലെ എൻ്റെ കുടുംബജീവിതം ഞാൻ ആസ്വദിച്ചു, അനുഭവിച്ചു. ഭാര്യ ഇതെന്താ അറിയോ? ഭാര്യ ഇതെന്താ വെച്ചാൽ, എന്നും എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിട്ട് പോകും, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകും. പക്ഷെ ഇന്നലെ എൻ്റെ ഭർത്താവ് എൻ്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ നെറ്റിയിലൊരു മുത്തം നൽകിയിട്ടാണ് എൻ്റെ ഭർത്താവ് പോയത്. ഇപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ? ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രുചികളിലുള്ള 2 തലങ്ങളിൽ ചിന്തിക്കുന്നവരാണ്. ഒരു പുരുഷന് ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 പോയിന്റുകളാണുള്ളത്. 1 റെസ്പെക്ട്, അനുസരണമാണ്, ആദരവാണ്, ബഹുമാനമാണ്. എന്നെ എൻ്റെ ഭാര്യ ആദരിക്കണം. ഏത് ഭർത്താവും ആഗ്രഹിക്കുന്ന, ഏത് ഭർത്താവും അഭിലേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, എന്നെ എൻ്റെ ഭാര്യ ആദരിക്കണം. 2 ഒബേ, അനുസരണമാണ്, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം. 3 സെക്സ്. ഇത് 3 വളരെ പ്രധാനമാണ്. മാനസികമായും ശാരീരികമായും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണിന് കഴിയേണ്ടതുണ്ട്. ഇത് 3 ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയമുള്ളൂ, കൺസിഡറേഷൻ, പരിഗണന മാത്രമാണ്. ഒരു പെണ്ണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയമുള്ളൂ, അത് പരിഗണനയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഭാര്യ പറയാണ്, ഭയങ്കര തലവേദനയാണ് കാക്ക, അല്ല തലവേദന ഉണ്ട്. അപ്പം നമ്മൾ നേരെ എഴുന്നേറ്റിട്ട് ഭാര്യനോട് പറയാണ്, മക്കൾക്ക് സ്കൂളിൽ വിടണ്ടേ, അപ്പം രാവിലെ എന്തേ നമ്മൾ ഉണ്ടാക്കുക, അപ്പം തലവേദനയാണല്ലേ, ആയിക്കോട്ടെ ഈ എന്നാ വിശ്രമിച്ചോ, ഞാൻ പുറത്ത് ഹോട്ടലിൽ എന്ത് ചെയ്യുക, കുറച്ച് ഭക്ഷണം കൊണ്ടുവരാമെന്ന് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുന്നറിയോ? മെല്ലെ എഴുന്നേറ്റെന്ന് പറയും, ഹേയ് ഹോട്ടലത്തെ ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഹോട്ടലത്തെ ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം, നിങ്ങളൊന്ന് സഹായിച്ചെന്നാൽ മതി എന്നാര് പറയും? ഭാര്യ പറയും. ഇനി വേറൊരു ദിവസം നമ്മളെ ഭാര്യയ്ക്ക് എന്ത് ചെയ്തു? തലവേദനയൊക്കെയായി, നല്ല തലവേദനയോ പനിയോ എന്തെങ്കിലും ഉണ്ട്. ആ ദിവസം നമ്മൾ ഭാര്യനെ പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് നല്ല തിരക്കുണ്ട്, നമ്മൾ പെട്ടെന്ന് പോവാൻ. അന്ന് രാത്രി വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനിവിടെ പനിച്ച് കിടന്നിട്ട് ഒന്ന് ചോദിച്ചോ, നിങ്ങൾ ഒന്ന് അന്വേഷിച്ചോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? വേണ്ട. ഇവിടെ മരുന്നുണ്ടോന്ന് ചോദിച്ചോ, എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങളാണോ ഭർത്താവ്? വലിയ താടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ലട്ടോ, നെരിയാണിക്ക് മേലെ പേന്റ് എടുത്തിട്ടൊന്നും കാര്യമില്ലട്ടോ എന്ന് പറഞ്ഞ് ശക്തമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്ന് കൊതിക്കുന്ന എന്താ അറിയോ? കൺസിഡറേഷൻ, പരിഗണനയാണ്. അവരൊന്ന് പരിഗണിക്കുക. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഭർത്താക്കന്മാരെ, പരിഗണിക്കുന്ന ഭർത്താക്കന്മാരായി മാറാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു. എല്ലാ ഭാര്യമാർക്കും ഒരേ മറുപടി, ഭർത്താവിനെ കുറിച്ച് ഒരേ മറുപടി. എന്താ മറുപടി? കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനാണ്. ഞാൻ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഒരു പുരുഷൻ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പ്രകടമാകുന്നത് എവിടെയാണെന്നറിയാം? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എവിടെയാണ് പ്രകടമാകുന്നത്? അങ്ങാടിയിലല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്നെ പറ്റി, ഞാൻ ജീവിക്കുന്ന അങ്ങാടിയിൽ ചെന്നിട്ട് ഹാരിസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ പറയും, ആ താടി വെച്ചാലല്ലേ അല്ലേ,
എപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, നെരിയാണിക്ക് മേലെ പാൻറ് ഡ്രസ്സൊക്കെ ഇടുന്ന ആളല്ലേ, നല്ല മനുഷ്യനാട്ടോ, നല്ല പെരുമാറ്റാണ്. എന്ന സഹോദരങ്ങളെ, 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ പെരുമാറ്റം, എൻ്റെ മക്കളോടുള്ള എൻ്റെ പെരുമാറ്റം, എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ പെരുമാറ്റം, അവിടെയാണ് ഒരാളുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എൻ്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, അതാണ് എൻ്റെ വ്യക്തിത്വം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. അങ്ങാടിയിൽ ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയായിരുന്നു, ശരിയാ ഞാനൊക്കെ അതിൽ ജയിച്ചിട്ടുണ്ട് നമുക്ക് പറയായിരുന്നു. അല്ല, ഭാര്യമാരോട് 4 ചുമരുകൾക്കുള്ളിൽ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. അവിടെയാണ് നിങ്ങളിൽ ഉത്തമനാണോ അല്ലേ, മാന്യനാണോ അല്ലേ എന്ന് വ്യക്തമാകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീത്തിൽ എന്താ ഉള്ളതെന്നറിയോ? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു മനുഷ്യന്റെ ഈമാൻ പരിപൂർത്തീകരിക്കപ്പെടുന്നത് അൽതഫഹും ബി അഹ്ലിഹി, തന്റെ കുടുംബത്തോട് ഏറ്റവും മൃദുലമായി പെരുമാറുമ്പോഴാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും മൃദുലമായി പെരുമാറുക. അങ്ങനെയാണ് നമ്മുടെ ഈമാൻ പരിപൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ഇപ്പൊ ഭർത്താക്കന്മാരോട്, ഇപ്പൊ നമ്മുടെ ഫാത്തിമാത്തനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മുഹമ്മദ്ക്ക, റഫീഖ് എങ്ങനെയുണ്ട്, അഹമ്മദ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പല ഭാര്യമാരും എന്താ പറയാ, പല ഭാര്യമാരും നമ്മുടെ ഭാര്യമാർ നമ്മളെ പറ്റി എന്താ പറയാ, അത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് തിരുത്തേണ്ട ഏരിയകൾ നമ്മൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകണം. ഏറ്റവും നന്നായി ഭാര്യമാരെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അർഹിക്കുന്ന പരിഗണന നൽകാനും അവർക്ക് സ്നേഹിക്കാനും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനും ഭർത്താക്കന്മാരെന്ന നിലയിൽ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് കഴിയണം. ഇപ്പം ആളുകളൊക്കെ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ആ ചിന്ത എന്ന ഒരു പരിധി വരെയൊക്കെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണെങ്കിലും ഇന്നും പല കുടുംബങ്ങളിലും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂര മനോഭാവം, അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ കസേരയിലിരുന്ന് എപ്പോഴും ഇങ്ങനെ കൽപ്പനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവിൻ്റെ പ്രതീതിയായിട്ടാണ് പലരും മനസ്സിലാക്കിയത്. അത് ശരിയല്ല. നിങ്ങളറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം നമ്മുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ചിന്ത എന്നറിയോ, എൻ്റെ ഭാര്യേൻ്റെ പണി എന്തൊക്കെയാണ്, എൻ്റെ ഡ്രസ്സ് അലക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുക, എൻ്റെ ബെൽറ്റ് എടുത്ത് വെക്കുക, ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിൻ്റെ ചാർജർ തരിക. ഈ ജാതി കുറേ പണിയൊക്കെ ഏൽപ്പിക്കപ്പെട്ടവരാണ് എൻ്റെ ഭാര്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ എന്താ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഏറ്റവും നല്ല ഭർത്താവിനെ പഠിക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പറയും, ഇയാളെ ഇനി പ്രസംഗിക്കാൻ ഇവിടെ കൊണ്ടുവരരുത്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ അറിയോ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വസ്ത്രങ്ങൾ സ്വന്തമായി അലക്കിയിരുന്നു. വസ്ത്രം ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഭാര്യ എങ്ങനെ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാൽ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ടാകും, നമ്മൾ ആരും അലക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്റെ ഭാര്യന്റെ ജോലിയാണെന്ന്. റസൂലുള്ള പറയാൻ സ്വന്തം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ചെയ്യുമായിരുന്നു. ആരാ പറയുന്നറിയോ? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിരീടം വെക്കാത്ത രാജാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നാട്ടിലെ കാളിയരി, ഒരു നാട്ടിലെ ഹാക്കിം, ഒരു നാട്ടിലെ മാലിക്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വസ്ത്രങ്ങൾ അലക്കിയിരുന്നു. തീർന്നില്ല, അടുക്കളയിൽ ചെന്നിട്ട് ഭാര്യയെ സഹായിച്ചിരുന്നു. അടുക്കള കാണാത്ത ഭർത്താക്കന്മാരുണ്ട്. അടുക്കളയിൽ ചെന്നിട്ട് റസൂലുള്ളാഹിനെ സഹായിച്ചിരുന്നു. റസൂലുള്ളാഹിക്ക് ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. ഗോതമ്പ് മാവ് കുഴച്ചിട്ട് അത് കുഴക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ നോക്കി പ്രവാചകൻ ഇങ്ങനെ മുടി ഇങ്ങനെ ചെയ്യുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എങ്ങട്ടാ മൊഞ്ചനായിട്ട് പോകുന്നത്? റസൂലുള്ളാഹി പറയാ, ആയിഷ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് മൊഞ്ചനായിട്ടൊക്കെ പോകണോ? എന്തൊരു സന്തോഷമുള്ള ജീവിതം, എന്തൊരു ആനന്ദമുള്ള ജീവിതം. എന്നാ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഒന്ന് അടുക്കള കയറിയിട്ട്, ഫാത്തിമ, ഖദീജ, ഇന്ന് എന്താണോ കറി വെക്കുന്നത്? ആഹാ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഞാൻ കുറച്ച് തക്കാളി മുറിച്ചിട്ട് തന്നാലോ, ഞാൻ ഉള്ളി മുറിച്ചിട്ട് തരാം, ഞാൻ വേറെന്തെങ്കിലും സഹായിക്കാം എന്നെങ്കിലും പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്നെങ്കിലും ഭാര്യമാരോടൊന്ന് ഐക്യപ്പെടാൻ,
ഭാര്യമാർക്ക് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ രാവിലെ സ്കൂളിൽ പോകുന്നത് വരെ നമ്മളെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണെന്നറിയോ? 8 മണിക്ക് 3 മക്കളെയും കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അവരുടെ സ്നാക്സിനുള്ളത് കൊടുക്കണം, ലഞ്ചിനുള്ളത് കൊടുക്കണം, രാവിലെ ഭർത്താവിനുള്ളത് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കണം ഒരു പ്രതിസന്ധിയുള്ള സമയം. എന്നാ ഒന്ന് അടുക്കളയിൽ ചെന്നിട്ട് ഭാര്യനെ സഹായിച്ചത്? ഭാര്യനോട് പറയാണ്, നീ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തോ, മക്കളൊക്കെ ഞാൻ കുളിപ്പിച്ചു തരാം. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ മക്കളെ? എന്നെങ്കിലും ഒരു ദിവസം ഭാര്യനെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ? അതാണ് സഹോദരങ്ങളെ, അവിടെയാണ് ഏറ്റവും നല്ല ഭർത്താവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കണമെന്ന് പറയാൻ കാരണം. എല്ലാ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ സഹായിച്ചിരുന്നു. ആടിനെ കറന്നു കൊടുത്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കണം. ഇനി തീർന്നില്ല. ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും പ്രവാചകൻ സഹായിച്ചു എന്ന് മാത്രമല്ല, ഭാര്യമാർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരെ സൃഷ്ടിച്ചു കൊടുത്തു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഇങ്ങനെ നടക്കുന്ന സമയത്ത് പറഞ്ഞു, നമ്മളൊരു ഓട്ട മത്സരം നടത്തിയില്ലെന്ന് ചോദിച്ചു. ആയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഓട്ട മത്സരം നടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി. നിങ്ങൾ തോറ്റില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബീബി ഒന്ന് തടിച്ച് ഒന്ന് ഉഷാറായി, ശരീരം ഒന്ന് ഉഷാറായി. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഓട്ട മത്സരം നടത്തുകയാണ് ഒരു യാത്രയിൽ. അന്ന് രണ്ടുപേരും ഓടി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അന്ന് എന്നെ തോൽപ്പിച്ചതിനുള്ള പകരാണ്. നിങ്ങൾ നോക്കി എന്തൊരു സന്തോഷം ആ കുടുംബം. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നിട്ട് പോലും എനിക്ക് ഓടാനും സമയമില്ല, എൻ്റെ ഒപ്പം കളിക്കാനും സമയമില്ല, ഭയങ്കര തിരക്കാണ്. എന്തു തിരക്കാണ്? അദ്ദേഹം പറഞ്ഞ പ്രിയപ്പെട്ടവരെ, എന്തു തിരക്കാണെങ്കിലും അവനവൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും അവർക്ക് സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ രസം നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്നത് എന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്കുണ്ടാകണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ചുരുക്കി പറയാൻ ഇനി എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ആശങ്കയിലാണ് നമ്മുടെ മക്കളെക്കുറിച്ച്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേരാ നല്ല പേരിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ് പേരുകളിൽ ഏറ്റവും നല്ല പേര് അബ്ദുള്ള വ അബ്ദുറഹ്മാൻ. ഏറ്റവും നല്ല പേര് അബ്ദു ചേർത്തുകൊണ്ടുള്ള പേരുകൾ, അല്ല അർത്ഥമുള്ള പേരുകൾ, ആശയമുള്ള പേരുകൾ. ഇന്ന് നേരെ തിരിച്ചാണ്. ഭർത്താവിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കും, ഭാര്യേൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കും, ഒരു പേരങ്ങടിടും. എന്നിട്ട് അടുത്തുള്ള ഉസ്താദിന് ഒരു സ്വൈര്യവും സ്വസ്ഥതയും കൊടുക്കില്ല. വിളിച്ചിട്ട് ചോദിക്കും, അല്ല ഉസ്താദെ ഇങ്ങനെ ഒരു പേരുണ്ട്, അതിന് അർത്ഥം ഉണ്ടാവുമെന്ന്. അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ പേടി, അർത്ഥം ഉണ്ടാവുമെന്ന്. എന്തിനങ്ങനെ പേര് പറയണത്? ഇഷ്ടം പോലെ പേരത ഖുർആനിൽ, ഇഷ്ടം പോലെ പേര് അബ്ദ് ചേർത്തുള്ള പേര് ഇട്ട് കൊടുത്താൽ പോരെ. പിന്നെ ഏറ്റവും പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ഏറ്റവും ചെറുപ്പത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം കുട്ടികൾ വളരുന്ന സാഹചര്യം അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ഏറ്റവും നല്ല വളരാനാവശ്യമായ നല്ല ഗാർഹികാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും നല്ല നിലയിൽ വളർന്നു വരാൻ ആവശ്യമായ ഗാർഹികാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം കുട്ടികൾ ഒരു 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള സമയം, ആ സമയത്താണ് കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന സിനാപ്സുകൾ, കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയമാണ് 6 മാസത്തിൻ്റെയും 3 വയസ്സിൻ്റെയും ഇടയിലുള്ള സമയം. ഈ സിനാപ്സുകളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് ഈ 6 മാസത്തിൻ്റെയും 3 വയസ്സിൻ്റെ ഇടയിലുള്ള സമയത്ത് കുട്ടികൾ എന്ത് കാണുന്നു, കുട്ടികൾ എന്ത് കേൾക്കുന്നു, കുട്ടികൾ എന്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ്. ആ സമയത്ത് എന്താണോ കുട്ടി കാണുന്നത് അതായിരിക്കും ഭാവിയിലെ കുട്ടി. ആ സമയത്ത് എന്തിനാണോ കുട്ടി സാക്ഷ്യം വഹിക്കുന്നത് അതായിരിക്കും ഭാവിയിലെ കുട്ടി. ആ സമയത്ത് അവർ നല്ലതേ കാണാവൂ, അവർ നല്ലതേ കേൾക്കാവൂ, അവർ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ വീടുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട 3 മറകളെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരാൻ സൂറത്തു നൂറിലൂടെ പഠിപ്പിച്ചു തരാൻ. എന്താ പഠിപ്പിച്ചു തരുന്നതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു
ലിയസ്തഇദിനകുമുൽ ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്തിൻ. മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മാതാപിതാക്കളുടെ റൂമിലേക്ക് കയറാൻ പാടില്ല. 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മാതാപിതാക്കളുടെ റൂമിലേക്ക് കയറാൻ പാടില്ല. ഏതൊക്കെ സമയം എന്നറിയോ? 1 മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിയുടെ മുമ്പ്. വാപ്പയും ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് വാപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് അനുവാദം ഇല്ലാതെ കയറാൻ പാടില്ല. 2 വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം, അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല. 3 വമിൻ ബഅദി സ്വലാത്തിൽ ഇശ, ഇശാ നമസ്കാര ശേഷം ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയം, ഉപ്പയും ഉമ്മ ഉറങ്ങുന്ന സമയം. ഈ 3 സമയത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്തറിയോ? സലാസു ഔറാത്തിൻ ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 ഔറത്തുകളാണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മറച്ച് നടക്കേണ്ടതാണ്. അത് കുട്ടികൾ കാണാനോ കേൾക്കാനോ സാക്ഷ്യം വഹിക്കാനോ പാടില്ലാത്ത വിധം പരിപാവനമാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ 3 സമയങ്ങളും. അത്രയും പരിപാവനമായ ദാമ്പത്യമാണ് അവിടെ നടക്കുന്നത്. അത് കുട്ടികളെ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അറിയാൻ പാടില്ല. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ എന്താ ചെയ്തത്? വീട്ടിലൊരു ടെലിവിഷനും ചാനൽ കണക്ഷനും എടുത്തു. എന്നിട്ട് എന്താ ആ ചാനലുകൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താ? സിനിമയും സീരിയലും വൃത്തികേടുകളും. ഈ സിനിമയും സീരിയലും എന്താ? അതിൻ്റെ ഒക്കെ ആകത്തുക എന്താ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താ സിനിമയിൽ കാണുന്ന? എന്താ? കാമുകനും കാമുകയില്ലാത്ത സിനിമ ഉണ്ടോ? അല്ലാഹ് പറയാണ് വൃത്തികേടുകൾ കാണിക്കരുതേ, കേൾപ്പിക്കരുതേ, സാക്ഷ്യം വഹിപ്പിക്കരുതേ എന്ന്. എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ടെലിവിഷനിൽ നിന്ന് എന്താ കാണുന്നത്? സിനിമ. എന്താ സിനിമയിലുള്ളത്? കാമുകനും കാമുകിയും കൂടെ കിടപ്പറ രഹസ്യം പങ്കിടുന്നത് പോലും പച്ചക്ക് കാണാൻ ആരെന്നറിയോ? 10 വയസ്സുള്ള 5 വയസ്സുള്ള 7 വയസ്സുള്ള മക്കൾ. ഖുർആൻ പറയും നിങ്ങൾ കാണിക്കരുത് കേട്ടോ, കേൾപ്പിക്കരുത്, സാക്ഷ്യം വഹിപ്പിക്കരുത്. ഇത് മക്കളെ കൊണ്ട് കാണിക്കുക. എങ്ങനെ നമ്മുടെ മക്കൾ നന്നാകുക? നിങ്ങളറിയോ 2011 മാധ്യമം പത്രത്തിൽ ജൂലൈ 11-ാം തീയതി വന്ന വാർത്ത എന്തറിയോ? 5 വയസ്സുള്ള അച്ചു എന്ന് പറയുന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. ആരാ കൊല ചെയ്തെന്നറിയോ സഹോദരങ്ങളെ? 10 വയസ്സുള്ള 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കൊല ചെയ്തത്. 10 വയസ്സുള്ള 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് 5 വയസ്സുള്ള കുട്ടീനെ കൊന്നത്. എങ്ങനെയാ കൊന്നെന്നറിയോ? അത് പറയുന്നുണ്ട്, നിയമപാലകർ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. എന്നും ഒന്നിച്ചാണ് ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുക, ഒരേ ഓട്ടോറിക്ഷയിൽ. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ പറഞ്ഞു, അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൽ മീനുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ്. അവിടെ വെച്ചിട്ട് ഈ 10 വയസ്സുകാരൻ 5 വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സഹോദരങ്ങളെ, 10 വയസ്സുകാരൻ എവിടുന്ന പീഡനം പഠിച്ചത്? അതാണ് നിയമപാലകർ പറയുന്നത്. അച്ഛനും അമ്മയും നിരന്തരമായി വൃത്തികെട്ട ഫിലിമുകൾ കാണാറുണ്ടായിരുന്നു. അത് ഈ മകനും കാണാനിടയായതാണ്. ഇവന്റെ മനസ്സിൽ ഇത്രയും വിഷലിപ്തമായ ചിന്തകൾ കടന്നു വരാൻ കാരണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ, നമ്മുടെ വീട്ടിലെ ചാനൽ കണക്ഷൻ ഇനിയും നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. In one study, Teen Sardar, top 2 sources of sexual pressure, television show and music. കുട്ടികൾക്കിടയിൽ ഒരു പഠനം നടത്തിയപ്പോൾ അവർ പറഞ്ഞെന്തറിയോ? ടീൻ സദ്ദാർ, ടീനേജുകാർ പറഞ്ഞു ടോപ്പ് 2 സോഴ്സ് ഓഫ് സെക്ഷൽ പ്രഷർ. കുട്ടികൾക്കിടയിൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന 2 സോഴ്സുകളേ ഉള്ളൂ. ഒന്നാമത്തെ എന്തറിയോ? ടെലിവിഷൻ ഷോ. 2 മ്യൂസിക്. ഇത് രണ്ടുമാണ് മനുഷ്യരെ ലൈംഗിക അരാജകത്വത്തിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ മക്കളെ ലൈംഗികമായ വൃത്തികേടുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കൃത്യമായി മോഡേൺ സയൻസ് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന തത്വങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നന്നായി വളരാൻ ആവശ്യമായ ദീനിയായ ചുറ്റുപാടുകൾ ഉമ്മമാരെ നിങ്ങളാണ് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്, ഉപ്പമാരെ നമ്മളാണ് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നു, 7 വയസ്സായാൽ നിസ്കരിക്കാൻ അവരെ പഠിപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം. അപ്പം ഞാൻ ഈ ഹദീസ് ഒരു വലിയൊരു സദസ്സിൽ, ഒരു കുടുംബ സദസ്സിൽ, ഒരു മഹല്ല് സംഗമത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വല്യമ്മ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഉസ്താദെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് വല്യമ്മ, എന്തോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു. വല്യമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 20 വയസ്സായി എൻ്റെ മോന്, നിസ്കരിക്കില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? 10 വയസ്സായാലും നിസ്കരിച്ചില്ലേ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ
അവർ ചോദിക്കുകയാണ്, ആ വല്യമ്മ ചോദിക്കുകയാണ്, മകന് 20 വയസ്സായി, നിസ്കരിച്ചില്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, വീട്ടിൽ ഒലക്കയില്ലേ, അതെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയായിട്ട് നിസ്കരിക്കാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ശരിയല്ല, നിസ്കരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിമാരെ നമ്മളെ പഠിപ്പിച്ചു തരാൻ, നിങ്ങൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടും പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ലൗ തറക്തുക്കും സുന്നത നബിയിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ ലവലൽതും, നിങ്ങൾ പിഴച്ചു പോകുന്നു പറഞ്ഞുവല്ലേ ചെയ്തത്, പിഴച്ചു പോവുക തന്നെ ചെയ്യും. നമ്മുടെ നിസ്കാരം മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം, പരിചയിപ്പിക്കണം. നിസ്കാരമാണ് ഇന്ന സ്വലഹ് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, സകല തിന്മകളിൽ നിന്നും നമ്മെ തടുക്കുന്ന പരിചയമാണ് നമസ്കാരം. അതുകൊണ്ട് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും പരിശീലിപ്പിക്കാനും പരിചയിപ്പിക്കാനും നമുക്ക് കഴിയണം. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഒരു ക്യാമ്പിന് വന്ന കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാവരും അടുത്ത ദിവസം മുതൽ ഒരു നിസ്കാരം നമുക്ക് കളാകരുത്, എല്ലാവരും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു കൈവെക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികൾ, 2-3 കുട്ടികൾ കൈവെക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പള്ളിയിൽ പോകാൻ പറ്റാത്തത്? പറഞ്ഞു, ഉസ്താദേ ഒറ്റക്ക് പോകാൻ പറ്റില്ല, 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. ഇപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പാൻ്റെ കൂടെ പോകണം. വാപ്പ ഇനി 7 മണിക്കാണ് എണീക്കല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു. മാതൃകകളാകേണ്ട നമ്മൾ തന്നെ സഹോദരങ്ങളെ കുട്ടികൾക്ക് എല്ലാ തിന്മകൾക്കും മാതൃകകളായി തീരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒന്നാമതായി നമ്മൾ മാതൃകകളാകണം. നിസ്കാരത്തിന്റെ മുന്നിലത്തെ സഫിൽ നമ്മൾ ഉണ്ടാകണം. എല്ലാ നന്മകളിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം. ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അവർ നന്മകളിലെ മുൻപന്തിയിൽ ഉണ്ടാകുന്നതോടൊപ്പം അവരുടെ മക്കളെയും നന്മകളിൽ അവരുടെ കൂടെ കൊണ്ടുപോയിരുന്നു. സഹോദരങ്ങളെ, ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെയൊക്കെ മനസ്സിലുള്ളൂ. നമ്മളൊക്കെ മരിച്ച് മയ്യത്ത് മുന്നിൽ വെക്കുമ്പോൾ ആളുകൾ വന്ന് മയ്യത്ത് കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ചോദിക്കാണ്, കുളിപ്പിക്കാൻ എടുക്കണ്ടേന്ന് ചോദിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാന്നറിയോ സഹോദരങ്ങളെ? നമ്മുടെ ഹാഫിലായ മക്കൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചോ സഹോദരങ്ങളെ. ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? ഇവിടുന്ന് ഓരോ കുട്ടികളും ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഓതിക്കൊടുത്ത് അവർക്ക് ഹാഫിലിന്റെ പട്ടം കൊടുക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, വല്ലാത്തൊരു സന്തോഷമാണ്. ഓരോ ഉസ്താദുമാരും അവരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് അവർ ഓതിക്കൊടുത്ത ആയത്തുകൾ ഓരോന്നും കേട്ട് അവർക്ക് ഹാഫിലിന്റെ പട്ടം കൊടുക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്നറിയോ? നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹ് കൊടുക്കുമെന്ന് പറയുന്ന കിരീടമുണ്ടല്ലോ, ആ കിരീടത്തെ കൊതിച്ചുകൊണ്ടുള്ള സന്തോഷമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടയച്ച് 3 തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടയച്ച് നിസ്കരിക്കാൻ അന്വേഷിക്കുന്ന സമയത്താണ് പറയുന്നത്, ഇതാ മോനാണ്, ഞാൻ ഹാഫിലാണ്, ഞാൻ ഇമാമുക്ക. വാപ്പാന്റെ മയ്യത്തിന്റെ നേരെ നിന്ന് ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി അവിടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ച് കരയുന്ന കണ്ണുകളുമായി പിടക്കുന്ന ഹൃദയവുമായി റബ്ബിനോട് മനസ്സ് നൊന്ന് ദുആ ചെയ്യുന്ന മക്കൾ. സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ എന്ത് സമ്പത്താ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത്? എന്ത് സമ്പത്താ നമുക്ക് നേടാനുള്ളത്? മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി വെച്ച് കല്ലുകളും പലകകളും വെച്ച് മണ്ണിട്ട് മൂടി എല്ലാവരും തസ്ബീത്ത് ചൊല്ലി പിരിഞ്ഞു പോരുമ്പോൾ ഹാഫിളായ ഖുർആൻ പഠിച്ച മകൻ വാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ച റബ്ബേ, എൻ്റെ വാപ്പാന്റെ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പാന്റെ കബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ല എന്ന് മനസ്സു നൊന്ത് പ്രാർത്ഥിക്കുന്ന മക്കളെക്കാളും വലിയ എന്ത് സന്തോഷമാണ് സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത് എന്നാണ്. ഈ ക്യാമ്പിൽ നിന്ന്, ഈ പരിപാടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടതാണ്. സഹോദരങ്ങളെ, നമുക്കും വേണം ഹാഫിളായ മക്കളെ. നമ്മളും ഖുർആൻ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഒരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ദർജകൾ ഇങ്ങനെ കയറി പോവാൻ. ഇപ്പോൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഞാൻ ഇത്ര വലിയ നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കെന്തിനാണ് ഈ സ്വർഗത്തിൽ ഇത്രയും വലിയ ദർജ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി എന്താ അറിയോ സഹോദരങ്ങളെ? ബിഇസ്തിഗ്ഫാരി വലദികലക്, നിന്റെ മകൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, നിന്റെ മകൻ്റെ പ്രാർത്ഥന കൊണ്ട്. എൻ്റെ തിരുവനന്തപുരത്ത് എന്നെ കേൾക്കുന്ന ഈ ക്യാമ്പസിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൻ്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് കഴിയുമോ? നമുക്കതിനുള്ള തൗഫീഖ് ഉണ്ടാകുമോ? നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജ്അൽന ലിൽമുത്തഖീന ഇമാമ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ലിൽമുത്തഖീന ഇമാമ.
ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മറക്കാതെ സഹോദരങ്ങളെ ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനകൾ നമ്മൾ മറക്കരുത്. പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആയുധം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചു വെച്ച തൗഫീക്കുകൾ അത് നമ്മളിലേക്ക് ഒഴുകി വരാൻ, നന്മകൾ നമ്മളിലേക്ക് ഒഴുകി വരാൻ അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിക്കാത്തവനോട് അള്ളാഹു വെറുപ്പാണ്. പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.